ഹലോ, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന പാലക്ക് കൊണ്ടുള്ള ഒരു ദാലാണ്. ഇത് ശരിക്കും ആന്ധ്ര സ്റ്റൈലിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഒരു 2 കെട്ടോളം പാലക്ക് എടുത്തിട്ടുണ്ട് ഞാൻ. ഇവിടെ എനിക്ക് ബേബി സ്പിനച്ച് എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ സൈസാണ് ഈ ഇലയുടെ. പിന്നെ 1 കപ്പ് സാമ്പാർ പരിപ്പ്, ഒരു 2 പച്ചമുളക് എനിക്ക് നല്ല നീളമുള്ള പച്ചമുളകാണ്. അപ്പോൾ നമുക്ക് ചെറിയ പച്ചമുളകാണെങ്കിൽ ഒരു 4 എണ്ണം എടുക്കാം. ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സൈസ് നോക്കിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതല്ലെങ്കിൽ ഒരു 3-4 ചെറിയ ഉള്ളി എടുത്താലും മതിയാവും. പിന്നെ ഒരു വലിയ ടൊമാറ്റോ. നമുക്ക് ചെറിയ സൈസ് ടൊമാറ്റോ ആണെങ്കിൽ ഒരു 2-3 എണ്ണം എടുക്കാം. എനിക്കിത് വലിയ സൈസ് ടൊമാറ്റോ ആണ്. ഇത് കൂടാതെ ഒരു 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് പുളി, കുറച്ച് കറിവേപ്പില, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. കടുക് വറുക്കാനാണെങ്കിൽ നമുക്ക് കടുക്, ജീരകം, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, പിന്നെ കുറച്ച് കായം. ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ പച്ചമുളക് 2ആയിട്ട് കീറിയിട്ടേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പക്ഷേ ഇലയും കൂടി ഇടുന്ന സമയത്ത് വെന്ത് കഴിയുമ്പോൾ കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് പച്ചമുളക് തന്നെ കിട്ടും. അത് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2ആയിട്ട് കീറി എടുത്തേക്കുന്നത്. പിന്നെ പാലക്കാണെങ്കിലും ഒന്ന് റഫായിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി. എന്തായാലും നമുക്ക് വേവിക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ദാല് ഞാൻ കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 വിസിൽ കേട്ടതിന് ശേഷം അതിൻ്റെ ആവിയെല്ലാം പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ആവിയൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ടൊമാറ്റോയും ഉള്ളിയും പച്ചമുളകും പുളിയും ഇതിനകത്തൊക്കെ ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്കും ചേർക്കാം നമുക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇലക്കറികൾ ഒരുപാട് വേവിക്കരുതെന്നാണ് ഞാൻ ഇന്നിപ്പോൾ ഓർക്കാതെ അങ്ങ് ഇട്ടുപോയിന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം. അപ്പോൾ ഇലക്കറികൾ ഒരു 5 മിനിറ്റ് മതി അത് വെന്ത് കിട്ടാൻ. അപ്പോൾ ടൊമാറ്റോയും ഉള്ളിയും ആദ്യം ഒന്ന് വെന്ത് തുടങ്ങുമ്പോൾ ഇതിട്ടാലും മതി. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ഒരു ഇത് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇനി സമയമില്ലാത്തവരാണെങ്കിൽ നമുക്ക് സാമ്പാർ പരിപ്പ് വേവിക്കുന്നതിനോടൊപ്പം തന്നെ ഉള്ളിയും ടൊമാറ്റോയും കൂടി ഇട്ട് വേവിക്കാം. ഇതൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് പാലക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ അടച്ചു വെച്ച് വേവിക്കുകയാണ്. കുറച്ച് നേരം വേവിച്ച് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും ടൊമാറ്റോ എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാക്കാം. അപ്പോൾ എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക്, ജീരകം, ഉഴുന്നുപരിപ്പ്, പിന്നെ കറിവേപ്പില, വറ്റൽമുളക് എല്ലാം ചേർക്കാം. കറിവേപ്പില എനിക്കിവിടെ വളരെ കുറച്ചാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് കറിവേപ്പിലയെ ചേർത്തിട്ടുള്ളൂ. നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഞാനൊരു 3 വലിയ അല്ലിയാണ് എടുത്തേക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 4-5 എടുക്കാം നമുക്ക്. പിന്നെ ഇതിലേക്ക് കുറച്ച് കായവും ചേർക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി നമുക്ക് ദാലിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ നേരത്തെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇപ്പം ഞാനത് ആഡ് ചെയ്യുവാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഇപ്പം നമ്മുടെ വെളുത്തുള്ളി ഒന്ന് മൂത്ത് കിട്ടുമ്പോൾ അതിലേക്ക് കുറച്ച് കായവും കൂടി ഒഴിച്ച് നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ദാല് റെഡിയായിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ നല്ലൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എനിക്കൊന്ന് ചപ്പാത്തിയേക്കാളും ചോറിൻ്റെ കൂടെയാണ് നല്ലത്. നമുക്കിഷ്ടമാണെങ്കിൽ ഈ പാലക്കിന് പകരം മുരിങ്ങയില ഇട്ട് ട്രൈ ചെയ്യാം. അതുപോലെ ടൊമാറ്റോ ഇട്ടും ടൊമാറ്റോ ഇടാതെയും നമുക്ക് ഇതിൻ്റെ വേരിയേഷൻസ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ബൈ.